ഞാൻ പറഞ്ഞായിരുന്നു ഫസ്റ്റ് ഫേസ് എഴുതാൻ പോയപ്പോൾ തന്നെ ടൈം മാനേജ് ചെയ്യാതെ ഒരു കളിയും നടക്കത്തില്ല. നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ട് പോയാലും അതൊക്കെ ഈ ടൈം മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എല്ലാം വേസ്റ്റ് ആവും. അപ്പോൾ ഫസ്റ്റ് പ്രിലിംസ് എഴുതിയപ്പോൾ എന്തായി? നിങ്ങൾ വിചാരിച്ച മാർക്കൊക്കെ കയറ്റാൻ പറ്റിയായിരുന്നോ? ഇല്ലല്ലോ. ഇനി ഈ സെക്കൻഡ് ഫേസും തേർഡ് ഫേസ് എക്സാം എഴുതാൻ പോകുന്നവര് ഈ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ടു വെച്ചോടാം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് 10 മാർക്ക് വരെ എക്സാമിന് കയറ്റി വെക്കാൻ പറ്റും. അതായത് ഡിഗ്രി പ്രിലിംസ് എക്സാമിന് 1.25 മണിക്കൂറാണ് എക്സാമിന്റെ സമയം. ഒന്ന് ആലോചിച്ച് നോക്കിയും LD പോലുള്ള ഒരു പരീക്ഷയ്ക്ക് പോലും 1.5 മണിക്കൂർ സമയം കൊടുക്കുമ്പോൾ ഇവിടെ 1.25 മണിക്കൂർ മാത്രമേ സമയം കിട്ടുന്നുള്ളൂ. PSC എന്തായിരിക്കും ആഗ്രഹിക്കുന്നത്? PSC ആഗ്രഹിക്കുന്നത് 100 മാർക്കും ഒരു കുട്ടി എഴുതണമെന്നാണോ? അല്ല, PSCക്ക് തന്നെ നന്നായിട്ട് അറിയാം ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അതായത് PSC ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കുറെ ക്വസ്റ്റ്യൻസിന് ആൻസർ കാണത്തില്ല. അതേപോലെ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് പാടുള്ള ക്വസ്റ്റ്യൻസ് എടുത്താൽ കിട്ടും. അപ്പൊ PSC ആഗ്രഹിക്കുന്നത് എന്താണ്? അവൻ ആഗ്രഹിക്കുന്നത് ഈ സമയം, ഈ ചുരുങ്ങിയ സമയം, ഈ സ്ട്രെസ് മാനേജ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു കുട്ടിക്ക് എഫക്റ്റീവായിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതാണ് PSC നോക്കുന്നത്. അല്ലാതെ അവൻ 80 മാർക്ക് മേടിച്ചാൽ മാത്രമേ ഈ കട്ട് ഓഫ് ക്ലിയർ ആവത്തുള്ളൂ, 90 മാർക്ക് മേടിച്ചാലേ കട്ട് ഓഫ് ക്ലിയർ ആവത്തുള്ളൂ, അങ്ങനെ ഒന്നുമല്ല. ജസ്റ്റ് ഇതുവരെയുള്ള ഡിഗ്രി പരീക്ഷകൾ മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു 40-നും 60-നും ഇടയ്ക്കൊക്കെയാണ് എപ്പോഴും കട്ട് ഓഫ് വരുന്നത്, അല്ലെങ്കിൽ 55 ആ റേഞ്ചൊക്കെയാണ് എപ്പോഴും കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ നമ്മൾ 70 മാർക്ക് മേടിച്ചാലും 80 മാർക്ക് മേടിച്ചാലും ഒരു പ്രയോജനവും ഇല്ല, നമുക്ക് കട്ട് ഓഫ് ക്ലിയർ ആക്കാൻ പറ്റണം. സോ ടൈം മാനേജ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാം? ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ 2 സ്റ്റെപ്പ് റൈഡാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പോവേണ്ടത്. അതിനകത്ത് ഫസ്റ്റ് നോക്കി, ഇപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്താലും അതിനകത്ത് മാത്സ് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ലേ? അപ്പൊ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇന്നലെ പഠിച്ചു തുടങ്ങിയവന് പോയി അറ്റൻഡ് ചെയ്യാന്നുള്ള ക്വസ്റ്റ്യൻസ് അല്ല, മറിച്ച് ഒരു 4 മാസമെങ്കിലും അവരിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആ 15 ക്വസ്റ്റ്യൻസ് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. അതായത് മാത്സിലും 20 ക്വസ്റ്റ്യൻസിൽ നമുക്കൊരു 15 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ ഫുള്ള് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അല്ലേ? ആണ്. അവിടെ നമുക്കൊരു 16 ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. പോട്ടെ, 15 ക്വസ്റ്റ്യൻസ് ഏറ്റവും. ഇനി മലയാളം നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇച്ചിരി പാടായിരുന്നു മലയാളം ക്വസ്റ്റ്യൻസ്, പക്ഷെ എന്നാലും ഒരു പകുതി മാർക്ക് നമുക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും. 35 മാർക്ക് ടോട്ടൽ. അതായത് മാത്സ് 15, ഇംഗ്ലീഷ് 15, മലയാളം 10, ടോട്ടൽ 35 മാർക്കായി. സോ 35 മാർക്ക് സേഫ് ആയിട്ട് അവിടെ മാറ്റി വയ്ക്കാം. പഠിച്ചിട്ട് പോകുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ ഉറപ്പായിട്ടും ഈ 35 മാർക്ക് ഇവിടെ കിട്ടിയിരിക്കും. ഇനി കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്താൽ GK മൊത്തം എടുക്കുകയാണെങ്കിൽ 50 ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 26 ക്വസ്റ്റ്യൻസ് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 26 ക്വസ്റ്റ്യൻസ് ഒരുവിധം പഠിച്ചിട്ട് പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവന് 26 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരിക്കും. ഓക്കെ, അപ്പൊ 35 പ്ലസ് 26 61 മാർക്കായിട്ട് മാറി. അപ്പോൾ ഇങ്ങനെയാണ് സന്ദർഭം എന്നിരിക്കെ ഒരുപാട് പേർക്ക് അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. എന്തായിരിക്കും റീസൺ? റീസൺ ഇത്രയേ ഉള്ളൂ. നമുക്ക് ആദ്യം വരുന്ന ക്വസ്റ്റ്യൻസ് ഇച്ചിരി പാടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് സങ്കല്പിച്ചു. കുറച്ച് പാടുള്ള ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് എടുത്ത് കിട്ടിയാണ്, നമ്മുടെ ടെമ്പർ അങ്ങ് പോകും, നമ്മുടെ ആ കൂൾ മൈൻഡ് അങ്ങ് പോകും, നമ്മൾ പതുക്കെ ഒന്ന് പാനിക്കാൻ തുടങ്ങും. അറിയാന്നുള്ള ക്വസ്റ്റ്യൻസ് പോലും നെഗറ്റീവ് അടിച്ചെങ്കിലും. ശരിയല്ലേ? ആണ്. അങ്ങനെ കുറേ കുട്ടികൾക്ക് മാർക്ക് അവിടെ പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് നല്ല കല്ലൻ മനസ്സോടെ അങ്ങ് പോവുക. കല്ലൻ മനസ്സെന്ന് വെച്ചാൽ നല്ല സ്ട്രോങ് ആയിട്ടൊരു മനസ്സോടെ അങ്ങ് പോവുക. ഉറപ്പിക്കുക, ചിലപ്പോൾ മേ ബി ക്വസ്റ്റ്യൻസ് പാടായിരിക്കും, അറിയാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. പക്ഷേ എനിക്ക് ഒരു 61 മാർക്ക് മേടിക്കാനുള്ള 60+ മേടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം അവിടെ കാണും. ബാക്കി 40 ക്വസ്റ്റ്യൻസ് മേ ബി അങ്ങേയറ്റം പോയാൽ പാടാകത്തുള്ളൂ. ഈ ഒരു കോൺഫിഡൻസ് മനസ്സിനകത്ത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ എത്ര പാടായാലും നമ്മൾ പാനിക് ആവത്തില്ല, മറിച്ച് നമുക്ക് ഓക്കെ, നമ്മളിത് പ്രതീക്ഷിച്ചാണ് പോകുന്നത്, ആ ഒരു മനോഭാവം നമുക്ക് കിട്ടും. ഓക്കെ, അത്രയൊന്നും പാടാവത്തില്ല. ഞാൻ മാക്സിമം എക്സ്ട്രീം കണ്ടീഷനാണ് പറഞ്ഞത്. അങ്ങേയറ്റം പാടായിരിക്കും എന്ന് പറഞ്ഞ് എക്സാം സെന്ററിലേക്ക് പോകുക. അപ്പൊ ക്വസ്റ്റ്യൻ എന്തായാലും എളുപ്പമായിരിക്കും, നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കത്തേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊന്ന്. അത് കഴിഞ്ഞ രണ്ടാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2 സ്റ്റെപ്പ് റൈഡ് അങ്ങോട്ട് പോവുക ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതിനകത്ത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് മുഴുവൻ, പാടുള്ള ക്വസ്റ്റ്യനൊക്കെ അങ്ങ് വിട്ടേക്കാം. നമുക്ക് അറിയാമെന്നുള്ള എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം ഫസ്റ്റ് അറ്റൻഡ് ചെയ്ത് അങ്ങ് തീർക്കാം. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളിപ്പോ 1, 2, 3 എന്നുള്ള ഓർഡറിൽ മാത്രമേ പോവുള്ളെങ്കിൽ ഒരു 5ാമത്തെ ക്വസ്റ്റ്യൻ പാടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, നമ്മൾ കുറേ സമയം അങ്ങ് പോയി കിട്ടും. 10ാമത്തെ ക്വസ്റ്റ്യൻ പാടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, കുറേ സമയം അങ്ങ് പോയി കിട്ടും. അടുത്ത ഒരു 60, 65, 70 ക്വസ്റ്റ്യൻ ഒക്കെ ആകുമ്പോൾ സമയം അങ്ങ് തീരും. എളുപ്പമുള്ള 30 ക്വസ്റ്റ്യൻ നമുക്ക് പിന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് ഓടിച്ചിട്ട് അങ്ങ് പോവുക. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മൊത്തം അറ്റൻഡ് ചെയ്ത് അങ്ങ് തീർക്കാം. അപ്പൊ അവിടെ ഓർക്കേണ്ടത്, നമ്മൾ പാടുള്ള ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താലും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താലും നമുക്ക് കിട്ടുന്നത് ഒരേ മാർക്ക് തന്നെയാണ്. അപ്പോൾ എന്തിനു നമ്മൾ അറിയാത്ത ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് സമയം കൊണ്ട് കളയണം? ഒരാവശ്യമില്ല. ഇനി PSCയുടെ ഇതുവരെയുള്ള ചരിത്രം മൊത്തം നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 7-8 ഡിലീഷൻ അതിനകത്ത് കാണും. പാടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണ ഡിലീറ്റ് ആയി പോവാറുണ്ട്. ഒരു ഡിഗ്രി പ്രിലിംസിന് 16 ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിനു മുമ്പ് ഡിലീറ്റ് ആയിട്ടുണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ? ആ 16 ക്വസ്റ്റ്യൻസും പാടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുക, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഫുൾ അങ്ങ് അറ്റൻഡ് ചെയ്ത് അങ്ങ് പോവുക. അതിനുശേഷം
രണ്ടാമതൊരു റൈഡ് അങ്ങ് പോവുക, മോഡറേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ്. അതായത് നമ്മൾ സമയം കൊടുത്താൽ നമുക്ക് ആ ക്വസ്റ്റ്യനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് അറ്റൻഡ് ചെയ്ത് പോവുക. രണ്ടാമത്തെ റൈഡ് അങ്ങ് പോവുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രയൊക്കെ പോവാൻ സമയം കിട്ടും. എടാ സമയം കിട്ടൂടാ, നിങ്ങളൊരു കാര്യം ചെയ്തോ, നമ്മുടെ അങ്ങനെ അത്രയും ക്വസ്റ്റ്യൻസ് ആ നിലവാരത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മൾ സൂപ്പർ നോട്ട്സിൽ തന്നെ നമ്മൾ ടെസ്റ്റ് പാക്ക് ഇട്ടിട്ടുണ്ട്. 250 രൂപ മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും, ഒന്ന് സ്പീഡ് ഒന്ന് കൂട്ടാൻ നോക്കും. ഉറപ്പായിട്ടും ഒരു പ്രാക്ടീസോടെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം തീർക്കുക. സെക്കൻഡ് സ്റ്റെപ്പിലാണെങ്കിൽ മോഡറേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തീർക്കുക. പിന്നെ സമയം ഉണ്ടെങ്കിൽ പാടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തോ, എന്താ കുഴപ്പം, നല്ല പാടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തോ. ഒരു 10 ക്വസ്റ്റ്യൻ 15 ക്വസ്റ്റ്യൻ പാടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അത് പോയി അറ്റൻഡ് ചെയ്തോ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കുള്ള ഗുണം എന്താണ്? നെഗറ്റീവ് മാക്സിമം നമുക്ക് കുറയ്ക്കാൻ പറ്റും. നെഗറ്റീവ് നന്നായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമ്മുടെ സേഫ് മാർക്ക് അവിടെ കയറ്റി വെക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ഫേസ് നടക്കാൻ പോകുന്നത് 16-ാം തീയതിയാണ്. മെയ് 16-ന് നടക്കാൻ പോകുന്നു. അതിന്റെ അടുത്ത ജൂൺ 6-ന് നടക്കാൻ പോകുന്നു. ഇങ്ങനെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന്, നല്ല കോൺഫിഡന്റ് ആയിട്ട് പോവുക. ഓക്കെ, വരാൻ പോകുന്നത് പാടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പക്ഷെ എനിക്കുള്ള 60 മാർക്ക് എവിടെ കാണും, ആ കോൺഫിഡൻസിൽ പോവുക. 2, പാടുള്ള ക്വസ്റ്റ്യൻ കഴിവതും തൊടാതിരിക്കുക. 3, 2 സ്റ്റെപ്പ് റൈഡ് അങ്ങ് പോവുക. ഒരു സ്റ്റെപ്പിൽ ഫുൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അങ്ങ് തീർക്കുക. സെക്കൻഡ് സ്റ്റെപ്പിലാണെങ്കിൽ മോഡറേറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് അങ്ങ് തീർക്കുക. അത് കഴിഞ്ഞ സമയം ഉണ്ടെങ്കിൽ മാത്രമേ പാടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോവുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് പ്രിലിംസിനെ കയറ്റി വെക്കാൻ പറ്റും. ഞാനിപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് 80 മാർക്കോ 90 മാർക്കോ മേടിച്ചിട്ട് ഒരു കാര്യമില്ല. കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക. കാരണം പ്രിലിംസ് ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. നന്നായിട്ട് പോയി പ്രിലിംസ് പോയി ക്രാക്ക് ചെയ്തിട്ട് വാടാ. എന്നിട്ട് സൂപ്പർ നോട്ട്സിന്റെ മെയിൻസ് ബാച്ചിൽ ജോയിൻ ചെയ്താൽ അവിടെ നിങ്ങൾക്ക് ജോലിക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെ ഉണ്ട്. ക്ലാസ്സിൽ കാണാം മക്കളെ.